പാട്ടുകളും ഇതിലെ ആളുകളും ഒരു കാലത്തുണ്ടാക്കിയോളം ചെറുതല്ല. ടിക്ടോക്ക് എന്ന കോണ്ടന്റ് മേക്കിംഗ് പ്ലാറ്റ്ഫോം വളരെ വേഗത്തിലാണ് സാധാരണക്കാർക്കിടയിൽ ഹിറ്റായത്. സിനിമാ ഡയലോഗുകൾ, പാട്ടുകൾ, മറ്റ് ശബ്ദങ്ങൾ എന്നിവ ഉപയോഗിച്ച് വീഡിയോകൾ നിർമ്മിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറുകളായിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്നാണ് ടിക്ടോക്ക് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായത്. ടിക്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചുവരുമോ? സോഷ്യൽ മീഡിയയിലാകെ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. ചിലർക്ക് ടിക്ടോക്ക് ആക്സസ് ലഭിച്ചുവെന്ന പ്രചാരമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ആക്സസ് ചെയ്യാൻ സാധിച്ചവർക്ക് ലോഗിൻ ചെയ്യാനോ വീഡിയോകൾ കാണാനോ അപ്ലോഡ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. കൂടാതെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യവുമല്ല. ടിക്ടോക്ക് മാത്രമല്ല, ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ എയർ എക്സ്പ്രസ്, ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമായ ഷെയിൻ എന്നിവയും തിരിച്ചുവരുമെന്നായിരുന്നു പ്രചാരണം. ടിക്ടോക്ക് ലഭിച്ചു തുടങ്ങിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരം തെറ്റാണെന്നും നിരോധനം റദ്ദാക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്റർനെറ്റ് സർവീസ് ദാതാക്കൾ ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണുള്ളതെന്നും എന്നാൽ ചിലർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമല്ലെന്നുമാണ് ടെലികോം വകുപ്പിന്റെ അറിയിപ്പ്. 2020 ജൂണിലാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. ഈ ആപ്ലിക്കേഷനുകൾ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇന്ത്യക്ക് പുറത്തേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ആപ്പിന്റെ നിരോധനം. ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴും നിലവിൽ ടിക്ടോക്കിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന